ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് അറിയാതെ അല്ലെങ്കിൽ ഗീതു അറിയാതെ അവർ പരസ്പരം ഒന്നും അറിയാതെ അവിടെ ഇവിടെയും നിന്ന് കളിച്ച് ഗീതുവിനെയും ഗോവിന്ദനെയും ചതിയിൽപ്പെടുത്തി കേസ് ഇന്നിപ്പോൾ കൊണ്ടുവന്ന് കോടതി മുറ്റത്ത് എത്തിച്ചിരിക്കുകയാണ് രാധിക. അപ്പോൾ ഗീതുവിൻ്റെ അടുത്ത് ചെന്ന് വലിയ പഞ്ച് ഡയലോഗൊക്കെ അടിച്ചു. അതുപോലെ തന്നെ ഗോവിന്ദന് മാക്സിമം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് ഗീതു ഇതിൽ തെറ്റുകാരിയാണെന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് അവിടെയും ഭയങ്കര അഭിനയങ്ങളും കാര്യങ്ങളും കാഴ്ചവെക്കുന്നു. അപ്പോഴും ഇതിൽ വലിയൊരു ട്വിസ്റ്റ് മറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗീതു സൂചിപ്പിച്ചെങ്കിലും ഗീതുവിൻ്റെ ആ സൂചനയ്ക്കൊന്നും അഹങ്കാരം തളയ്ക്കാനായിട്ട് കഴിഞ്ഞില്ല. അതായത് രാധികയുടെ അഹങ്കാരത്തെ തളയ്ക്കാൻ കഴിഞ്ഞില്ല. ഗീതു എന്താണെന്ന് വിട്ടു പറയുകയും ചെയ്തില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ ഗീതുവും രാധികാമ്മയും കൂടെ സംസാരിച്ചതിന് ശേഷം രാധിക വലിയ ധൈര്യത്തോടു കൂടി അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ചോദിച്ചു. എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് വിജയലക്ഷ്മി മേഡം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന ഒരു ധാരണ ഗീതുവിനുമില്ല. പക്ഷെ തോറ്റു കൊടുക്കാൻ നമ്മുടെ ഗീതു തയ്യാറേ അല്ല. രാധികയുടെ അപ്പുറത്തിരിക്കുന്നവളെ പൂട്ടാനുള്ള വഴിയൊക്കെ നമ്മുടെ ഗീതുവിൻ്റെ കയ്യിലുണ്ട്. ഇതേസമയം ഗീതു ഗോവിന്ദനെയാണ് തെറ്റുകാരനായിട്ട് കാണുന്നത്, ഗോവിന്ദനെയാണ് കുറ്റം പറയുന്നത്. കാരണം ഗീതുവിനെ സംബന്ധിച്ചിടത്തോളം ഗീതു ഇതിൽ ഒപ്പിട്ടതായിട്ടുള്ള ഒരു അറിവ് ഗീതുവിനില്ല. അപ്പോൾ ഗോവിന്ദാണ് ഇതിനൊക്കെ പിറകിൽ കളിച്ചതെന്നും നല്ലവനായി മുന്നിൽ നിന്നുകൊണ്ട് പിന്നിൽ കളിക്കുകയാണെന്നുള്ളൊരു ധാരണയിലാണ് ഗീതു ഇരിക്കുന്നത്. അങ്ങനെ ആ ഒരു സംസാരത്തിന് ഒടുവിൽ ഗീതു പലതും ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് അങ്ങനെ നിൽക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് കാണിക്കുന്നതോ ഗോവിന്ദനോട് മനസാക്ഷിക്ക് നിരക്കാത്തതായ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിക്കുക, ഗീതുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്നും പറഞ്ഞു. അങ്ങനെ ഗീതുവിനെക്കുറിച്ച് വായും മനസ്സും അറിയാത്ത കാര്യങ്ങൾ താൻ പറയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കാര്യങ്ങളൊക്കെ വക്കീൽ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വക്കീൽ പറഞ്ഞു കൊടുത്തത് കേട്ട് നമ്മുടെ ഗോവിന്ദ് അങ്ങനെ ആകെതായിട്ട് സ്തംഭിച്ച് നിൽക്കുക. ഈ സമയത്ത് അവളെങ്ങനെ ഇങ്ങനെ ഈ ഒരു കാര്യമൊക്കെ ഇത്ര നേരത്തെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ വിജയലക്ഷ്മി മേഡത്തിൻ്റെ കാര്യം രാധിക എടുത്തിടുവാണ്. കാരണം 20 ലക്ഷം രൂപ വരെ അങ്ങനെ അന്ന് ഹോസ്പിറ്റലിൽ പേ ചെയ്യാനായിട്ട് ഗീതുവിൻ്റെ കൂടെ ആളുള്ളപ്പോൾ ഈ നിസാര കാര്യം നോക്കാനാണ് ആളില്ലാത്തത്. അതിന് അവൾക്ക് കസ്റ്റഡിയിൽ ആളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും. കണ്ണാ മോനെ, നമ്മുടെ മുന്നിൽ അവൾ പച്ച പാവത്തെ പോലെ അഭിനയിക്കുകയാണെന്നും നിന്റെ മുന്നിൽ അവൾ എന്നും അഭിനയിച്ചാണ് വരുന്നതെന്നും വന്നുകൊണ്ടിരുന്നതെന്നും അവളുടെ പിറകിൽ ആളുണ്ടെന്നും അവൾ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രത്യേകിച്ച് നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുമ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ഗീതു ചെയ്യില്ലെന്ന് ഗോവിന്ദ് പറഞ്ഞു. അങ്ങനെ ഗീതു ചെയ്യില്ലാഞ്ഞിട്ടാണോ ഇപ്പോൾ ഈ ഒരു വലിയ തെളിവ് നിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്? നീ ഇത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് രാധിക വീണ്ടും ഇങ്ങനെ ഗോവിന്ദനെ മെൻ്റലി ഇതാക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദനെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ. ഗോവിന്ദൻ എന്നിട്ട് ലാസ്റ്റ് സഹി കേട്ട് സമ്മതിച്ചു, എന്തെങ്കിലും ആവട്ടെ, വരുന്നത് വരട്ടെ എന്നുള്ളൊരിതിൽ. അങ്ങനെ ഗീതു തെറ്റുകാരിയാണെന്ന് 100% ഗോവിന്ദനെ കൺവിൻസ് ചെയ്യിച്ചതിന് ശേഷം രാധികയും മകനും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം വക്കീലിനോടും കാര്യങ്ങളെല്ലാം രാധിക പറയുക, എല്ലാം ഇനി വക്കീലിൻ്റെ കൈകളിലാണെന്നും വക്കീൽ വേണം എല്ലാം രണ്ട് പാത്രത്തിലാക്കി തരാനെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. വക്കീലിനോടത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വക്കീൽ പറയണത് എന്നെ 100% വിശ്വസിക്കാം, രാധിക മേഡം പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും അതിനൊരു മാറ്റം ഇനി സംഭവിക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മുടെ വക്കീലും കൂടി രാധികയോട് പറഞ്ഞു. വക്കീലും അതും പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മയും മോനും കൂടെ നിന്നിങ്ങനെ സംസാരിക്കുക. അവളുടെ അഹങ്കാരം ഇന്നത്തെയും കൊണ്ട് തീർന്നു അല്ലേ അമ്മയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ, ഏത് രീതിയിലാണ് ഗീതുവിൻ്റെ വക്കീൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ലെന്ന് രാധിക പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും എത്ര പെട്ടെന്നൊന്നും നല്ലൊരു വക്കീലിനെ കണ്ടുപിടിക്കാനായിട്ട് ഗീതുവിന് കഴിയില്ല. കാരണം അതിനുള്ളൊരു ഗ്യാപ്പ് ഗീതുവിന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഗീതുവിൻ്റെ ഭാഗം ജയിക്കാൻ വളരെ സാധ്യത കുറവാണ് എന്നുള്ള കാര്യവും പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും വളരെ ശുഭപ്രതീക്ഷയോട് കൂടി ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി അമ്മയും മോനും കൂടി ഗീതുവും ഗോവിന്ദനും തമ്മിലുള്ള ഡിവോഴ്സിൻ്റെ ഫസ്റ്റ് ഹിയറിംഗ് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഗീതു വളരെ ടെൻഷനോടുകൂടി ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. പക്ഷേ എപ്പോഴും ഏതെങ്കിലും ഒരു വഴിക്ക് ദൈവം ഗീതുവിനൊരു തുണയായി അല്ലെങ്കിൽ ഒരു സഹായിയായി എത്താറുണ്ട്. അതിത്തവണയും ഒട്ടും പുറകോട്ടല്ല, നമ്മുടെ ഗീതുവാണ് താരം എന്ന് തെളിയിക്കാൻ പോകുന്നു. അങ്ങനെ ഈ ഒരു വിവരം എങ്ങനെ പോയാലും മറ്റുള്ളവർ അറിയാതിരിക്കില്ലെന്നുള്ള കാര്യം രാധികയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ രാധിക കുറച്ച് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയ ഗീതുവിനെ വിളിക്കുന്നത്. ഗീതുവിനെ വിളിച്ച് വിശേഷങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ഇന്നത്തെ ഡിവോഴ്സ് കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ പ്രിയയോട് ഗീതു പറയാം. നിന്റെ ഏട്ടൻ എനിക്കിട്ട് തന്ന പണി എന്തായാലും ഉഗ്രം പണിയാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയ ഞെട്ടിപ്പോയി. എന്താ ഗീതു വെച്ച് ഈ പറയണേന്ന് ചോദിച്ചു. അതാണ് സത്യം, എനിക്കെതിരെ ഗോവിന്ദ് സാറ് കേസ് കൊടുത്തിരിക്കുകയാണെന്നും ഇന്നാണ് ഫസ്റ്റ് ഹിയറിംഗ് എന്നും എനിക്ക് പോകണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു.
അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടത്തോടു കൂടി നമ്മുടെ പ്രിയ ഇങ്ങനെ ഇനി എന്ത് ചെയ്യും ഗീതു വെച്ചെന്ന് ചോദിച്ചപ്പം നീ വിഷമിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ ഒരു വഴി നമ്മുടെ മുന്നിൽ കാണും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുക. അങ്ങനെ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രിയ ഒരുങ്ങി റെഡിയായി താഴെ, അതായത് അച്ഛനും അമ്മയും ഭർത്താവും കൂടെ നിൽക്കുന്നിടത്തേക്ക് ഇറങ്ങി ചെന്നു. അപ്പോൾ റെഡിയായിട്ട് വരുന്ന പ്രിയയെ കണ്ടപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. പെട്ടെന്ന് തന്നെ പ്രിയ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് വിനോദ് ചോദിച്ചപ്പം നമ്മളെല്ലാവരും പേടിച്ചതുപോലുള്ള സംഭവം നടക്കാൻ പോവാ വിനോദ്, നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു ദുരന്തം സംഭവിക്കാൻ പോവാണെന്ന് പറഞ്ഞു. എന്താന്ന് കാര്യം പറയാൻ പറഞ്ഞപ്പം ഇന്ന് ചേച്ചിയും, അതായത് ഗീതു ചേച്ചി ഏട്ടനും തമ്മിലുള്ള ഫസ്റ്റ് ഹിയറിങ് കോടതിയിൽ നടക്കാൻ പോവാണെന്നും ഡിവോഴ്സ് കേസിൻ്റെ ഹിയറിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, കിടന്ന് ബപ്പപ്പ അടിക്കുവാണ്. കാരണം ഇത് ഒപ്പിട്ട് കൊടുത്തയാൾ പുള്ളിക്കാരിയാണല്ലോ, അതെങ്ങാനും പൊട്ടിയാൽ തീർന്നു, രണ്ടിൻ്റെ അവസാനം കണ്ടവർ പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ പേടിച്ച് നിൽക്കുക. അപ്പോൾ വിനോദ് ചോദിച്ചു, നീ എന്താ ഈ പറയുന്നത്? അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ലല്ലോ, അങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല. ഇപ്പോൾ ഗീതു ചേച്ചിയാണ് വിളിച്ച് കാര്യം പറഞ്ഞത്, നമുക്ക് എത്രയും പെട്ടെന്ന് കോടതിയിലേക്ക് പോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗീതുവിനെക്കുറിച്ചും അതുപോലെ ഗോവിന്ദനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ പ്രിയ ഇങ്ങനെ പറയണം. അപ്പോൾ എന്തായാലും അച്ഛനോടും അമ്മയോടും വരുന്നുണ്ടോ എന്ന് വിനോദ് ചോദിച്ചപ്പം ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്കത് കാണാനുള്ള ശക്തിയൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും വീട്ടിൽ തന്നെ ഇരിക്കുന്നു. എന്തായാലും വിനോദും പ്രിയയും അത് കാത്തിരിക്കാൻ പറ്റത്തില്ലല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയയ്ക്ക് ഓടിപ്പിടിച്ച് വേഗം തന്നെ പോവാം. അങ്ങനെ ഇവരെ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പം എടി വിലാസിനി നമ്മൾ പെടുവോടി, എൻ്റെ പൊന്നു ഭദ്രേട്ട ഒന്നും മിണ്ടാതിരിക്കുന്നു, നമ്മളായിട്ട് ഒരു തെളിവിനും അല്ലെങ്കിൽ ഒരു സംശയത്തിനും ഇട കൊടുക്കരുത്, ദൈവത്തെ ഓർത്തൊന്നും മിണ്ടാതിരിക്കാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദ് പോകാനായിട്ട് വേണ്ടിയായിട്ട് അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകണം. ഈ സമയം നമ്മുടെ അയ്യപ്പേട്ടൻ കാര്യങ്ങളെല്ലാം ഗോവിന്ദുമായിട്ട് സംസാരിക്കുവാണ്. അതായത് എന്തിനാണ് ഗീതു കുഞ്ഞിന് താല്പര്യമില്ലാഞ്ഞിട്ടും കുഞ്ഞ് ഇതിനു വേണ്ടി സമ്മതിച്ചത് എന്നുള്ള കാര്യം. അപ്പോൾ അത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, അത് അയ്യപ്പേട്ട ഞാനല്ല സമ്മതിച്ചത്, ഗീതുവാണ് ഇതിനെല്ലാം മുൻകൈ എടുത്തതെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഇല്ല, ഗീതുവിന് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ഗീതു കുഞ്ഞ് അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് അയ്യപ്പേട്ടൻ പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്, പക്ഷേ ഗീതുവാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നതെന്നും അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാൾ ഇന്ന് തന്നെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിൽ ഇപ്പോൾ തന്നെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുകയും അതുപോലെ തന്നെ ആ ഒരു ഡിവോഴ്സ് പേപ്പറിൽ സമ്മതമാണെന്നുള്ള ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പേട്ടനോട് കാര്യങ്ങളെല്ലാം ഗോവിന്ദ് പറയുക. അപ്പോൾ ഗോവിന്ദ് അത് പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ ഗീതു മോൾ അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചു അയ്യപ്പേട്ടൻ. അതെന്താ അയ്യപ്പേട്ട, ഞാൻ പറയുന്ന അയ്യപ്പേട്ടന് വിശ്വാസമല്ലേ എന്ന് ചോദിച്ചു. ഗീതു എന്തായാലും ഇതിന് മുൻകൈ എടുത്തത് നന്നായി, ഒരിക്കലും അതിൻ്റേതായ കുറ്റബോധം എനിക്കുണ്ടാവില്ലല്ലോ. അങ്ങനെ അയ്യപ്പേട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് പോവുക. ഗോവിന്ദ് ചെന്നു കോടതി മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീതു ദേ വരുന്നു. ഒരു പരാതിയും അല്ലെങ്കിൽ ഒരു പതർച്ചയോ ഒന്നും ഇല്ലാതെ വരുന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗീതു സന്തോഷത്തോടു കൂടി വരുന്നതാണെന്ന് ഗോവിന്ദ് അങ്ങ് വിശ്വസിക്കുന്നു. അപ്പോൾ ഗോവിന്ദനെ കണ്ടപ്പോൾ ഗീതുവിനും സന്തോഷമായി. സന്തോഷത്തോടെ ഗീതു ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണല്ലോ എത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു. ഗോവിന്ദ് സാറും നല്ല ഹാപ്പി ആയിട്ടാണല്ലോ, നിന്റെ വക്കീൽ കൂടെ വന്നില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ വക്കീലേ അങ്ങനെ ഇങ്ങനെ തേരാപ്പാര ഓടി നടക്കുന്ന ആളൊന്നുമല്ല, കൃത്യസമയത്ത് അകത്ത് ഹാജരാകേണ്ടപ്പോൾ ഹാജരായിക്കോളും, അതോർത്ത് ഗോവിന്ദേട്ടൻ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഗോവിന്ദിനെയും മറ്റുള്ളവരെയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ ഗീതു കോടതി മുറ്റത്തേക്ക് വന്നിറങ്ങിയത്. ആ ഒരു കാഴ്ച കണ്ട് ഗോവിന്ദ് പോലും അമ്പരന്ന് നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായിട്ട് നാളത്തെ നമ്മുടെ ഇടിവെട്ട് എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.